റിമ കല്ലിങ്ങലാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് റിമ. ഹലോ. ഒത്തിരി കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കാം. ഞാനും. ഋതു മുതൽ അന്ന് ഋതു സമയത്ത് ശരിക്കും നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചുണ്ട് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ അന്തം വിട്ടിരുന്നതാണ്. കാരണം അറിയാലോ, ഒരു മോഡേൺ ആയിട്ടുള്ള അർബൻ ഗേളിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് റിമയുടെ ഒരു എന്താ പറയാ സ്ഥിരം ആർട്ടാണത്. അപ്പൊ അന്നത് കണ്ടിരുന്നപ്പോൾ തോന്നിയതാ, അത് ഞങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു പെണ്ണാണ് എൻ്റെ മനസ്സിലുള്ള. ഇവള് ഭയങ്കര വലിയ ആളാണ്, നമുക്ക് നടക്കൂല ഈ പരിപാടി എന്നുള്ളൊരു സാധനം ഇല്ലേ. നമ്മൾ അങ്ങനെയാണല്ലോ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്കൊരു ആരാധനയുണ്ട് താനും, പക്ഷെ അടുത്ത് പോകാനുള്ള ധൈര്യം ഇല്ല. ആശുഷ് ഇംഗ്ലീഷൊക്കെ പറയുന്നൊരു പെണ്ണ് നടക്കൂല. അന്ന് മുതലുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ക്യാരക്ടറിനോടുള്ള കൊതിയുണ്ട്. അത് ശരിക്കും റിമയ്ക്കും കിട്ടുന്നുണ്ട്. അപ്പം അന്ന് മുതൽ കാണാൻ ആഗ്രഹിച്ചതാ. ഇപ്പോഴാണ് തിയേറ്റർ ഞാൻ കണ്ടു കേട്ടോ. തിയേറ്റർ കാണുന്ന സമയത്ത് മാറിയ ഇപ്പൊ അർബൻ ഗേൾ അല്ല, അതിനകത്ത് ശരിക്കും നാട്ടുമ്പുറമാണ്. അപ്പോൾ ഈ ബോൾഡ്നെസ് കാണിച്ച് മടുത്തു എന്ന് റിമ തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ അൾട്രാ ബോൾഡാണ്. അതെ, വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. ഇപ്പൊ കാണുന്ന അർബൻ ബോൾഡ് അല്ല, നാടൻ ബോൾഡ്. നാടൻ ബോൾഡ്. അപ്പൊ ശരിക്കും ആ തെങ്ങി കയറുന്ന സീനൊക്കെ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തതാണെന്ന് മനസ്സിലാക്കുമ്പോ നിങ്ങൾ കുറെ പണിയെടുത്തിട്ടുണ്ട്. പണി നല്ല, പക്ഷെ പണിയെടുക്കാൻ ഇഷ്ടമുള്ള ആളാ ഞാൻ. അതുകൊണ്ട് അതെനിക്കൊരു വിഷയമേ അല്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ലൈക്ക് പുതിയതായിട്ട് ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളോടും പുതിയ എക്സ്പീരിയൻസസിനോടും ചാലഞ്ചസിനോടും പുതിയത് വേണം എപ്പോഴും. ഇങ്ങനെ മൈൻഡ് അങ്ങനെ ഓക്യുപ്പൈ ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് അതെനിക്ക് വെല്ലുവിളികൾ എപ്പോഴും ഇഷ്ടമാണ്. അതൊക്കെ ഞാനത് ടാക്കിൾ ചെയ്യാനും അതെങ്ങനെ ചെയ്യും എന്നുള്ള അതിൻ്റെ റിസർച്ചിലേക്കും അതിൻ്റെ പ്രിപ്പറേഷനിലേക്കും ഒക്കെ പോകുന്നത്, ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രശ്നമേ അല്ല, അടിപൊളിയാണ്. അതെ, അതിനേക്കാളും ഇതിലെനിക്ക് പുതുമ എന്ന് പറയുന്നത് ഞാൻ എന്താണോ അതിൽ തന്നെ വീണ്ടും വീണ്ടും സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെടാതെ ലുക്ക് ഒരു ഞാൻ കാണുന്ന ലൈക്ക് ദ വേ യു ആർ ഡ്രസ്ഡ്, അല്ലെങ്കിൽ ലുക്ക് വൈസ് ആണെങ്കിലും അതിലത്തെ ചുറ്റുപാടുകളാണെങ്കിലും അതിലത്തെ റിലേഷൻഷിപ്സ് ഒക്കെ അവരെങ്ങനെ കാണുന്നു, അമ്മയെ എങ്ങനെ കാണുന്നു, ചുറ്റുമുള്ള മനുഷ്യരായിട്ട് എങ്ങനെ ഇടപഴകുന്നു, പിന്നെ ആളുകളായിട്ട് സംസാരിക്കാനൊക്കെ മടിയുള്ള, ഞാനല്ലാത്ത ഒരാളെ അവതരിപ്പിക്കാനാണ് എപ്പോഴും താല്പര്യം. മനസ്സിലായി. അതിനെ കുറിച്ച് ആദ്യം ഞാൻ പറയട്ടെ. അനിയന്തിൽ കാരണം എന്താ വെച്ചാല്, എനിക്ക് ആദ്യം സജിനോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് സജിൻ എൻഗേജ്ഡ് ആവുമെന്ന് വിചാരിച്ച ഒരു സ്പേസിലല്ല ശരിക്കും ഞാൻ എൻഗേജ്ഡ് ആയിരിക്കുന്നത്. അത് നിങ്ങളെ ആ ഒരു ചെറിയ ഇത് വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുപോകും, ഇവിടെ ഇട്ടുകൊണ്ടിരുന്നാൽ നടക്കൂല. എന്റെ മനസ്സ് പറയും ഇയാൾ എന്തിനാ ഇത്രയും ഹോൾഡ് ചെയ്യണം. അപ്പൊ ഞാൻ ആരോടാ പറയണെന്ന് സജിനോടാ പറയണേ, ഇയാൾ എന്തിനാ ഇത്ര ഹോൾഡ് ചെയ്യണേ, ഇയാളെ കൊണ്ടുപോകും. അപ്പൊ കൊണ്ടുപോകുന്നത് വരെ എന്റെ മനസ്സിനകത്ത് ടെൻഷൻ ഉണ്ട്. കാരണം അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ. അപ്പൊ അറിവുള്ള ഒരാൾ വന്ന് പറഞ്ഞു തന്നാലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളാണെങ്കിൽ ഒക്കെ ഇതിനകത്ത് കിടക്കുക. അപ്പം ഈ പെടയുന്നൊരു സാധനമുണ്ട്. കാരണം ഇതെന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, ഇതെന്താണെന്ന് നോക്കണമെങ്കിൽ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് എത്തണം. ആ ടെൻഷൻ ഇങ്ങനെ കയറി വന്നിട്ട് കൊണ്ടുപോകുന്ന തീരുമാനം എടുക്കാൻ വേണ്ടി അവരിങ്ങോട്ട് വരില്ലേ. അത് കഴിഞ്ഞിട്ട് സമാധാനമായെന്ന് വിചാരിച്ചതാ. പക്ഷെ അവിടെ നിന്നൊരു പോക്ക് പോയി. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. കുറേ സമയത്തേക്ക് ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. കാരണം ഇതില് എന്റെ BP മാറുന്നുണ്ടായിരുന്നു. ഇതിപ്പോ വൈറസിന്റെ ചെറിയൊരു എലമെന്റ് ഉണ്ട് അതിനകത്ത്. അപ്പൊ BP മാറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ചില സന്തോഷങ്ങളെ കിട്ടുമ്പോൾ എന്റെ മനസ്സിലൊരു ടെൻഷനുണ്ട്, ഞാൻ സത്യത്തിൽ സന്തോഷിക്കണോ. കാരണം എന്ന് വെച്ചാൽ ഈ കഥ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതല്ല കഥ. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ വേറെ എന്തോ വരാനുണ്ട്. അപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഇത്രയും ദൂരം എത്തിയില്ല. ഒരു 10 മിനിറ്റൊക്കെ ഞാൻ അറിയണുണ്ടായിരുന്നില്ല സിനിമയാണ് വാച്ച് ചെയ്യുന്നത്. പക്ഷെ ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തിയേറ്ററിലല്ലല്ലോ ഞാൻ ഇരിക്കണേ. അപ്പോ ഞാൻ വിചാരിച്ചു, അല്ല നിർത്തി വെച്ചാലോ, പ്രഷർ ഇത്രയും എടുക്കണോ, എന്താ സംഭവിക്കണേന്ന് നോക്കിയാലോ. അങ്ങനെയല്ല, അങ്ങനെ തോന്നി. നിർത്തി വെച്ചിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ആ ടെൻഷൻ കുഴപ്പമില്ല, എന്തായാലും ഇത് കവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവസാനം അത് റിക്കവർ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അപ്പോൾ വിചാരിച്ചു ഓക്കെ ആയല്ലോ എന്ന് വിചാരിക്കില്ലേ ഒരു സാധനം. പക്ഷെ അവിടെ നിന്ന് പിന്നെയാണ് ഈ കൺഫ്യൂസ്ഡ് ആവുന്നത്. ശരിക്കും ഇതിന്റെ മേക്കിങ്, എഡിറ്റിങ് ഭയങ്കര രസമായിട്ട് പോയിട്ടുണ്ട്. മ്യൂസിക് ഞാൻ
ഓൾറെഡി തന്നെ എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയി തോന്നി. ആ നാഗത്താന്മാരെ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പെർഫെക്റ്റ് സാധനം. കറക്റ്റായിട്ടും അതും അമ്മയുടെ ഫേസിൽ വരുമ്പോഴേ അത് പല സമയത്തും ആ ഒരു അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് അന്നാ ഭയങ്കര ഹെൽപ്ലെസ് ആയി നിൽക്കുന്ന ആ ഒരു സ്പേസിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ദൈവത്തെ വിളിച്ചു പോകുന്നതും ഒക്കെ ആ ഒരു പോയിന്റിൽ നിന്നിട്ടാണല്ലോ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ വിശ്വാസം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അവരുടെ ആ ഹെൽപ്ലെസ്നെസ് ഒന്നും അവർക്ക് സ്വന്തമായി എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ നിൽക്കുമ്പോഴാണല്ലോ ഇവർ ദൈവത്തെ വിളിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. അതെ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതിൽ. ഞാൻ അത് കംപ്ലീറ്റ്ലി സരസമ്മയുടെ അവരോട് നമുക്ക് അല്ലാത്തപ്പോൾ പോലും ഇപ്പം ഞങ്ങൾ കട്ട് പറഞ്ഞിട്ട് മാറിയിരിക്കുമ്പോൾ പോലും ഒരു 80 വയസ്സായി അവർക്ക്. ഇത്രയും കാലമായിട്ട് ആർട്ടിസ്റ്റായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അവരുടെ ഇന്നത്തെ ഒരു പല രീതിയിലുള്ള ലോൺലിനെസ്സുകളും ഇപ്പം ഞങ്ങളുടെ അടുത്ത് പറയും അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യ്. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് അവർ നമ്മളെ കരുതുന്നതും ഒക്കെ ഒരു ഭയങ്കര രസമായിരുന്നു. അവരായിട്ടുള്ള ചെലവഴിച്ച ആ സമയവും അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ഏത് കാലത്ത് തൊട്ടിട്ട് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നത് അവർ. ഇറ്റ് വാസ് ഐ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്. അത് സാധിച്ചു ഈ സിനിമയിലൂടെ എന്നുള്ളത്. മഴ നനഞ്ഞ് നിന്നിട്ട് പോണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ ആ പോണ്ട എന്നുള്ള തീരുമാനം നിങ്ങളിലേക്ക് വരുന്നപ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ലൂസ് ചെയ്യുന്നുണ്ട്. അതുവരെ ഇങ്ങനെ പോണം. ആ ലൂസ് ചെയ്യുന്ന ആ സാധനം ഇല്ലേ, അത് കറക്റ്റ് മീറ്ററാണ്. അത് എങ്ങനെ പിടിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ. അടിപൊളിയായിരുന്നു അത്. അത് ശരിക്കും നമ്മളിങ്ങനെ ആ കൺവിൻസ് ചെയ്ത് ഇത് നടക്കൂല എന്ന് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ആണത്. എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, അവള് 2-3 പ്രാവശ്യം പറയുന്നുണ്ട് അമ്മേനെ കാര്യം അറിയാം. അമ്മേനെ സമ്മതിപ്പിക്കാൻ പാടാണ് എന്ന് നമ്മൾ 2-3 വട്ടം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് ശ്രമിക്കുകയാണ്, ബിക്കോസ് ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ. അപ്പൊ ഇവള് പിടിക്കുന്ന പോയിന്റ് വരെ കഴിഞ്ഞിട്ട് അത് വളരെ നാച്ചുറൽ ആയിട്ട് വന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ഇത് നടക്കൂല. അവിടെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു എന്നെ. റീമ ചെയ്യും, ഇനി ഞാൻ സേഫ് ആയിട്ടിരിക്കാം എന്നുള്ള സാധനം. പക്ഷെ ആദ്യഘട്ടത്തിൽ ആ തെങ്ങിലൊക്കെ കയറുന്ന സമയത്ത് ഞാൻ കുറച്ച് മസിൽ പിടിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതെങ്ങനെ കട്ട് ചെയ്യും, ഇത് ഒറിജിനലാണോ, നിങ്ങൾ ഡൂപ്പ് വെച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഡ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ആശ്വസിച്ചു. ഓക്കെ ഫൈൻ. ഞാൻ എന്നിട്ടും വിചാരിച്ചു ഇവര് മെഷീൻ വെച്ച് കയറിയാൽ മതിയായിരുന്നല്ലേ. അപ്പം അത് ചിലപ്പോൾ ആ ഗ്രാമത്തിന് യോജിക്കണമെന്നില്ല. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ മേക്കിങ്ങും കൂടെ എന്റെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. നമ്മളിത് എങ്ങനെയെങ്കിലും കയറിയാ പോരല്ലോ. അപ്പൊ നിങ്ങൾ കയറി ഇറങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു ടെക്നിക്കലി നിന്നു. പക്ഷെ നിങ്ങൾ ആ വള്ളത്തിന്റെ കരയില്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലൂസായി ക്യാരക്ടേഴ്സിലേക്ക് പോയി. പിന്നെ നിങ്ങൾ ഇപ്പോ ആ ഗ്രാമത്തിന്റെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കുക, ഇപ്പൊ ഉടുപ്പഴിക്കുന്നതൊക്കെ നാച്ചുറൽ ആണ്. കാരണം നിങ്ങൾ മാത്രമേ അവിടെ. അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല. എന്നിട്ട് ആ കിണറിന്റെ അവിടെ വന്നിട്ടുള്ള കുളിക്കുന്നതിനകത്ത് ഞാനൊക്കെ ഈ സ്വപ്നത്തിൽ കഥകൾ വായിക്കില്ലേ പണ്ട്, ആ കഥകൾ വായിക്കുന്നതിന്റെ ഒരു വിഷ്വല് ഇങ്ങനെ കാണുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഞാൻ സജിനോട് പറഞ്ഞു, സജിൻ ആ ഒരു സാധനമില്ലേ, അത് എനിക്ക് ഏറ്റവും എന്താ പറയാ എന്റെ ഹൃദയത്തിൽ കൊണ്ടു. കാരണം നമ്മൾ പണ്ട് കഥയിൽ വായിച്ചിട്ടുള്ളൊരു വിഷ്വല് അതായിട്ട് നമുക്ക് തോന്നും. കാരണം ഇങ്ങനെ ഒരു സാധനം മലയാള സിനിമയിൽ ഇല്ലല്ലോ. ഇല്ല ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി ന്യൂ. അങ്ങനെ നോക്കുമ്പോൾ പെണ്ണങ്ങനെ നിന്ന് കുളിക്കാന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിനിമയിലൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഇതിൽ ഉൾപ്പെടുത്തി കണ്ടപ്പം എനിക്ക് അങ്ങനെ ഒരു രാത്രി വിഷ്വൽ എന്ന് പറയുന്ന ആ ലൈറ്റ് അത്രേ വീഴുള്ളൂ. അപ്പൊ നിങ്ങളൊരു വേൾഡ് സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒരു സുഖമാണ്, അതിന്റെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി. അത് ഭയങ്കര സുഖമുള്ള ഒരു പ്രോസസ്സാണ്. അതും ഈ പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിച്ച് വ്യത്യസ്തമായുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം നമ്മൾ പറയുന്നുണ്ട് കാലങ്ങളായിട്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ വളരെ അത്രയും ആളുകളുടെ നടുക്ക് ജീവിക്കുന്ന നമുക്ക് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ജീവിക്കുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജും അതിലുണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു ഫ്രീനെസ്സും. ഇപ്പം അതിൽ ആ ബ്ലൗസും അതും ഇട്ടിട്ട് ഇങ്ങനെ ഒരു തോർത്തിങ്ങനെ കെട്ടിയിട്ടാണല്ലോ നടക്കുന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ പണികൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വസ്ത്രം. കാണാനോ ജഡ്ജ് ചെയ്യാനോ ഒരു കമൻറ്റ് പറയാനോ ഒന്നും ആരുമില്ല എന്നുള്ള സ്പേസിൽ ഉണ്ടാവുന്ന ഒരു അത്രയും ഫ്രീ ആയിട്ടുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജിലേക്കാണല്ലോ നമ്മൾ ഈ സിറ്റി ലൈഫിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു എനിക്ക്. ലൈക്കിനോ ആ ഒരു സ്പേസിൽ, ബിക്കോസ് എപ്പോഴും വാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ നിന്ന്
ആരുമില്ല എന്ന് സ്വയം വിശ്വസിച്ച് നടക്കുന്ന സമയങ്ങൾ ഭയങ്കര രസമായിരുന്നു.